ഹലോ ചേട്ടാ, എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? ഇല്ലില്ല, ചേട്ടനെ കുറിച്ച് ചോദിക്കുക. ഞാൻ പറയണോ? ജിബിനെ കുറിച്ച് അറിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചങ്കാണ് ചങ്കിടിപ്പാന്ന് പറയുന്നു. जीने में आए मजा നല്ല ഇറക്കടല്ലേ ഞാൻ കേട്ടു. ഇത്തിരി അഹങ്കാരം ഉണ്ട്, എന്നാലും പാവം കേട്ടോ. ഇനി പൊക്കി പറഞ്ഞ ചില പുള്ളി പൊക്കി പോയി. All the doubters, doubters, to those who don't believe, this is the hour, you'll see that we'll make ladders out of obstacles and stepping stones from roadblocks. Slip over the lines to say we won't cross. We'll shake hands like they're nothing, they won't see us coming. Scale all of the walls they built to hold us. രക്ഷപ്പെട്ട് ഓടുന്ന നിഖില. ഈ ഒരു വെഡ്ഡിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾ കുരുമാക്കൽ കുടുംബത്തിലെ എല്ലാവരും ഒത്തിരിയധികം ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ്. റാണിയുടെ മോൻ ജിബിൻ ജോജോയ്ക്ക് മകനും മകളെ നിഖിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് എനിക്കും നിഖിലേക്ക് ഒരേ സ്വഭാവം എന്നാണ് പറയുന്നത്. പൊട്ടത്തരങ്ങളും കുറേ മണ്ടത്തരങ്ങളും കാണിച്ചിട്ട് ഇഷ്ടമാരെ കാണിച്ചിട്ടുണ്ട്. കസ്റ്റമർ തടി ഉണ്ടാക്കും, അത് ഞങ്ങൾ സ്വാഭാവികമാണ്. ഞാനുണ്ടാക്കും, അവളുണ്ടാക്കും. പക്ഷേ ഒരു മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പിന്നെയും അതേ പഴയ പോലെയാവും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്. അതാണ് മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്. പിന്നെ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. മുത്തുണ്ണിയുടെ ഈ ഒരു കല്യാണത്തിനായിട്ട് കുറച്ച് നാളുകളായി ഞങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. ഞാൻ ജിബിൻ ഞാൻ വിളിക്കാറില്ല, മുത്തുണ്ണി എന്നാണ് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും വിളിക്കുന്നത്. വളരെ ശാന്തശീലനായ ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നേ വരെ അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും ഇന്നേ വരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഭയങ്കര ലവബിളാണ്, ഭയങ്കര ഒരു ഫാമിലി മാനായിട്ടാണ് എനിക്ക് ജിബിനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. മുത്തേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടായി എന്ത് പറഞ്ഞാലും ഇങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി നോക്കിക്കൊണ്ട് പിന്നെ എല്ലാവരും പോസിറ്റീവ് മൈൻഡോടു കൂടി കാണുന്ന ഒരാളാണ്. പോസിറ്റീവ് മൈൻഡഡ് ആളായിരുന്നു ചേച്ചി. എനിക്ക് തോന്നുന്നത് ചേച്ചിയും ചേട്ടായും ഒരു കോംബോ അടിപൊളിയായിരിക്കും. കാരണം രണ്ടുപേരും നല്ലൊരു പോസിറ്റീവ് മൈൻഡഡ് നല്ല മാച്ചിങ് കപ്പിളാണ് അവര്. നിഖില എൻ്റെ സിസ്റ്ററിലുപരി ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്.
കാര്യങ്ങൾക്കും ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നതും ഏറ്റവും കൂടുതൽ കമ്പനി അവളാണ്. പക്ഷേ എന്നാൽ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കുന്നതും എന്ത് പ്രശ്നത്തിനും സപ്പോർട്ട് ചെയ്യുന്നതും അവളായിരിക്കും. മിശിഹായുടെ നിയമം തിരുസഭയുടെ നടപടികളനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി റോസമേലിനെ ഭാര്യയായി സ്വീകരിക്കുന്നു. ബ്രോയ്ക്ക് ഒരിക്കലും ഒരു ബോറടി ഉണ്ടാക്കൂല. ആൾ ഭയങ്കര എൻ്റർടൈനിങ് ആണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. അതാണ് അവളുടെ പ്ലസ് പോയിന്റ്.